ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പറയുമ്പോ എന്റെ കുട്ടിക്ക് ഭയങ്കര ചിരിയാണ്. ഹലോ ഹലോ ഇത് പറയുമ്പോ അവൾക്ക് മനസ്സിലാകും വ്ളോഗ് എടുക്കാണ്, ഫോൺ എടുത്തോണ്ട് വരികയാണ്. നനമോളിന്ന് കൊറേ നേരമായിട്ട് ഇവിടെ ഒരു ബോയും കൊണ്ട് കളിയാണ്. സമയം എത്രന്ന് വെച്ച് കഴിഞ്ഞാല് സമയം കാണണം നിങ്ങക്ക്. സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നോക്ക്, 1:30 മണിയായി. ഈ സമയത്താണ് ഈ കുഞ്ഞി പൈതൽ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോ കുഞ്ഞി പൈതൽ എന്താ ഇവിടെ കളിച്ചോണ്ടിരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുഞ്ഞിപ്പൈതൽ ഉറങ്ങിയിട്ടില്ല, നമ്മളും ഉറങ്ങിയിട്ടില്ല. നമ്മളും കുഞ്ഞിപ്പൈതൽ ഉറങ്ങാതെ എന്താണ് പരിപാടി ചോദിച്ചു കഴിഞ്ഞാല്, ഗൈസ് ഇവിടെ ഡ്രസ്സിന്റെ കാര്യമായ പാക്കിങ് നടക്കുകയാണ് അല്ലേ ചക്കരെ? അതെ, അങ്ങനെ നമ്മൾ എത്ര നാളുകൾക്ക് ശേഷം വലിയൊരു നാളിനെ പോയി വന്ന്. വലിയൊരു നാളിന് അല്ലേ? ചെറിയ പെരുന്നാള് കഴിഞ്ഞ് സോറി, ചെറുതല്ല, വലിയ പെരുന്നാൾ. വലുതല്ല, ചെറിയ പെരുന്നാള്. നോമ്പ് പെരുന്നാള്. ഞാൻ ആദ്യം വന്നത് കൊണ്ട് പിന്നെ വലുതായിട്ട് കൂട്ടി. അതെ, അപ്പൊ നമ്മൾ ചെറിയ പെരുന്നാളിന് ശേഷം, അതായത് ഒരു ഏകദേശം 3 മാസം അല്ലേ? ചെറിയ പെരുന്നാളിന് ശേഷം പോയിട്ട് 10-40 ദിവസം നിന്നിട്ടല്ലേ വന്നത്. അപ്പൊ 2 മാസം. ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ട് 1 മാസമായ. ഏകദേശം 2 അതെ, കല്യാണ ദിവസാണ് വന്നേ. അപ്പോ ചുരുക്കം പറഞ്ഞാല് 2 മാസത്തിന് ശേഷം പോകുന്നത് എവിടെയെന്ന് പറഞ്ഞില്ല, പോകുന്നത് പാലക്കാട്ടേക്ക് ചക്കരയുടെ വീട്ടിലേക്ക് നമ്മൾ അങ്ങനെ 2 മാസത്തിന് ശേഷം പോവുകയാണ് ഗായ്സ്. അപ്പോ പോകുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്താ ചക്കര പോകണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ അളിയനും പിന്നെ അതായത് നൗഫലും ഉമ്മായും ഫാമിലിയും എല്ലാരും ഇപ്പോഴല്ലേ വന്നിട്ട് പോയത്, അപ്പൊ പിന്നെ എന്താ തിരക്ക് പിടിച്ച് പോണത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, നമ്മളെ കുഞ്ഞാ മുട്ടുകുത്തി പോവുകയാണ്. നമ്മൾ പറഞ്ഞു കുഞ്ഞ് മുട്ടുകുത്തുന്നില്ല, കുഞ്ഞ് ഇഴയുന്നില്ല എന്നൊക്കെ. ഇപ്പോ മാഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവിടെ ഓരോ സ്റ്റെപ്പായിട്ട് 1 മാസം കുറച്ച് പിന്നിലാണെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട്. അതായത് മുട്ടുകുത്തുന്നത് 1 മാസം കഴിഞ്ഞിട്ടാവും, സാധാ കുട്ടികളെ പോലെ നടക്കണതും ഇനി അങ്ങനെ ആവും ഇൻഷാ അല്ലാഹ്. അപ്പോ കുട്ടി അവിടെ കളിച്ചോട്ടെ. അപ്പൊ നമ്മൾ എന്താ പെട്ടെന്ന് പോണ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ചക്കരെ? അതെ, ചക്കരന്റെ ഉപ്പാന്റെ 2ാമത്തെ ആണ്ടാണ്. അതായത് ഉപ്പ മരിച്ചിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. അപ്പൊ എന്തായാലും വാപ്പ മരിച്ച് 2 വർഷം അങ്ങനെ തികയാണല്ലേ. അപ്പോ അറബി മാസപ്രകാരം ഇംഗ്ലീഷ് മാസം വെച്ചിട്ട് നോക്കണമെങ്കിൽ ജൂലൈ 13 12 ആണ് അല്ലേ? ജൂലൈ 12 പറഞ്ഞത്. അപ്പൊ അറബ് മാസം വെച്ചിട്ട് പിന്നെ അതിനിപ്പോ എന്താണെന്ന് കലണ്ടർ നോക്കിയാൽ അറിയുള്ളൂ. ഞാൻ പറഞ്ഞത് മറന്നുപോയി. അപ്പോ ഏത് ഡേറ്റിലാണ് അവർ നടത്തുന്നതെന്ന്, ഇനിയിപ്പോ എന്നാ നടത്തുന്നതെന്ന് അവർക്ക് അറിയുള്ളൂ അല്ലേ? ഏത് ഡേറ്റിലാണ് നടത്തുന്നതെന്ന് നോക്കിയാൽ അറിയുള്ളൂ. അപ്പൊ എന്തായാലും ഈ ആഴ്ച ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അപ്പോ നമ്മളങ്ങനെ അതിന്റെ മുന്നോടിയായിട്ട് നാട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ വാപ്പാന്റെ ആണ്ടിന് നമുക്ക് പങ്കെടുത്താൻ കഴിഞ്ഞില്ലല്ലേ? അതെ, അതായത് കുട്ടീന്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിപ്പൈതന്നെ ബിൽറുബിൻ, അതായത് നമ്മുടെ മഞ്ഞേന്റെ അളവ് കൂടിയിട്ട് നമ്മള് ഉപ്പാന്റെ ആണ്ടിന്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതാണ്. പക്ഷെ അന്ന് പോയപ്പോ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്യാത്ത ഒരു രക്ഷയില്ല. നമ്മൾ പറഞ്ഞു പിറ്റേ ദിവസം ഉപ്പാന്റെ ആണ്ട് എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇവിടെ ആണ്ടും ചടങ്ങൊന്നും അല്ല വരുന്നത്, ഒരു രക്ഷയില്ല അറിഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഉപ്പാന്റെ ആണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അതെന്ന് പറയുന്നത് ഫീലിങ്സ് ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ സിറ്റുവേഷൻ ആണ്, അതായത് ജനിച്ച ഒരാഴ്ചയായ കുട്ടീന്റെ സിറ്റുവേഷൻ ആണ്. അപ്പൊ അതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് അത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അറിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല അറിഞ്ഞിട്ട് നമ്മൾ അന്നങ്ങനെ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. അപ്പൊ അത് കാരണം കൊണ്ട് അന്ന് ഉപ്പായുമായൊക്കെ നമ്മളോട് ഉണ്ടായിരുന്നല്ലേ. ഇവരൊക്കെ ആണ്ടിന് പങ്കെടുത്തു. അത് സുമംഗലി വെച്ചായിരുന്നു, അത് വീട്ടിൽ വെച്ചായിരുന്നു അല്ലേ? ശരിയാണ്. നേർച്ച 40 ചടങ്ങായിരുന്നു സുമംഗലിന് 3-ന്. അപ്പോ 3 അതിന് എനിക്കും പങ്കെടുക്കാൻ പറ്റിയില്ല, പനിയായിട്ട് ഞാൻ തറവാട്ടിലായിരുന്നു. മനസ്സിലായില്ലേ? ഉമ്മായും പങ്കെടുത്തില്ല. എന്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ വന്നിട്ട് അങ്ങനെ കേസുകള് അത് വരും. വരാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ആണ്ട് നമുക്ക് കൂടാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ആണ്ടെങ്കിലും കൂടണം നമുക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നത്. അപ്പൊ പോകുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഡ്രസ്സ് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോ ഇത് എത്ര ഡ്രസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എനിക്കൊരു 3-4 ജോഡി ഡ്രസ്സുകൾ തന്നെ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു 3 ഇപ്പൊ ഡെയിലി ഡ്രസ്സ് അലക്കല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴോ ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴോ മാറി മാറിയുടെ ഡ്രസ്സ് വേണം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു 3-4 ജോഡി ഡ്രസ്സ് ഉണ്ട്. ചക്കരക്കടി
എനിക്ക് ഉണ്ട് അപ്പൊ ചക്കരക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പൊ എനിക്ക് ഇതൊക്കെ എന്റെ മേതോടെ മൂത്രം പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട്, കാക്കുന്റെ ഒരു ഇത് അവിടെ ഉണ്ട്. അവിടെ ഡ്രസ്സ് ഉണ്ട്. അപ്പൊ അതാണ് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പൊ എന്തായാലും ഒരുപാട് ഡ്രസ്സ് ഏറ്റിട്ടൊന്നും കൊണ്ടുപോകണില്ല, കാരണം അങ്ങനെ ഏറ്റിക്കൊണ്ട് പോയാൽ അതേ ഡ്രസ്സ് തന്നെ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ട് വരണ്ടേ. അപ്പൊ പോകണ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മള് കാറിനാണോ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് കാറിനല്ല, നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. ഇനി ആരൊക്കെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനും ചക്കരയും നമ്മുടെ ലനമോളും കൂടിയാണ് പോണത്. എന്തെങ്കിലും അതായത് ഇവരെ നിങ്ങളെ വിളിച്ചതാണ് അവരോട് വന്നപ്പോൾ. നമ്മള് കഴിഞ്ഞ വർഷം പങ്കെടുത്തല്ലേ, ഇനി നിങ്ങള് അതിനെന്താ പ്രധാനപ്പെട്ട ആൾക്കാരെ ഉമ്മാനോട് പറഞ്ഞു ഓല് വരുന്നില്ല, ഉമ്മാനോട് ഇന്നാണ് ഒക്കെ പറഞ്ഞിട്ട് തന്നെ പോയത്. ഇൻഷാല്ലാ പറഞ്ഞ് എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ, തീരെ ഉമ്മാനെയൊക്കെ ക്ഷണിച്ചിട്ടും വിവരം പറഞ്ഞിട്ടാണ് പോയത് ചെല്ലാന്. ശാരീരികമായിട്ടൊക്കെ ഉമ്മക്ക് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ടാണ് ഉമ്മ വരാത്തത്, അതുകൊണ്ടാണ് വാപ്പായും വരാത്തത്. എന്നാലും നമ്മള് പോയി വരാൻ വിചാരിച്ചു. അപ്പൊ കാറിന് പോകണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ മോനെ ഹലോ എന്താ എന്താ അപ്പൊ ട്രെയിനാണ് കേട്ടോ പോണത്. കാറിന് പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അത്രയും ദൂരം നമ്മള് ഒറ്റയ്ക്ക് ഓടിച്ചിട്ട് പോണം, കാരണം നൗഫലൊന്നും ഓടിച്ചു പോയേ വന്നേ പോലെ നൗഫലിന് അറിയാം, മനസ്സിലായില്ലേ. അപ്പൊ സാധാരണ നമ്മള് പാലക്കാട് പോകുമ്പോ കാറിൽ ഞാനും വാപ്പായും മാറി മാറി ഓടിക്കുന്നത്, എന്നിട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് അത്രയും ദൂരം. അപ്പൊ ഓടിച്ചോളൂ, എന്നാലും പകുതി പകുതിയാണ് നമ്മൾ ഓടിക്കണത്. വാപ്പ ഓടിക്കും. ഇഷ്ടമാണ്. അപ്പൊ നമ്മളെങ്ങനെയാലും 100-150 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പകുതി പകുതി ഷെയർ ചെയ്താണ് ഓടിക്കണത് വരാം. അപ്പൊ ഈ ഒരു ഇതിപ്പം തന്നെ 300-330 കിലോമീറ്റർ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്. അതാകുമ്പോ ഒന്നാമത്തെ കാര്യം ചെലവ് കുറവാണ്, സമയം കുറവാണ്, പിന്നെ നമുക്ക് വേറെ ടെൻഷൻ ഇല്ല, നമുക്ക് കുറച്ച് ഉറങ്ങാം. രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര പേടി. അങ്ങനെ ഞാൻ ഉറങ്ങില്ല, ഞാനും വാപ്പായും നമ്മളങ്ങനെ പോലുമില്ല. ഡ്രൈവിംഗ് സമയത്ത് നമ്മൾ ഉറങ്ങുമെന്ന് നിങ്ങൾ ആരും പേടിക്കണ്ട. നമ്മളത് മാത്രമല്ല, ഓപ്പോസിറ്റ് വരുന്നതും കൂടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളതൊരു പ്രതീക്ഷ യാത്ര എനിക്ക് പകലാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ അപകടങ്ങൾ ഒന്നും പറ്റാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ ഒന്നും വേണ്ട, നമ്മള് വീടിന്റെ മുറ്റത്തിറങ്ങിയാലും ഞാൻ അതാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ പലപ്പോഴും പറയണം നമുക്ക് പകല് പോവാൻ. പകല് നിങ്ങൾക്ക് എന്താണെന്നറിയോ സംഭവം, തിരക്കാണ്. അതായത് രാത്രി നമ്മൾ 8 മണിക്കൂർ കൊണ്ടെടുത്ത് പകല് 11-10 മണിക്കൂർ. യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേതാണെങ്കിൽ കണ്ട് നോക്കി കുഴപ്പമില്ല, ഭയങ്കര പാടാണ്. സ്ഥലം കാണാൻ നിങ്ങൾ ഊട്ടിയിലാണല്ലോ പോകുന്നത്. അങ്ങനെയല്ല, ഇത്രയും ഇവിടെ നിന്ന് അങ്ങ് വരെ പോകുമ്പോഴത്തേക്ക് ഒന്ന് അങ്ങോട്ട് നോക്കി രാത്രി എവിടെ നോക്കാൻ, ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരുന്ന് മുഷി. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും, നമ്മള് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കണമെന്ന് അറിയോ? നമുക്ക് രാത്രി തിരക്ക് കാണില്ല, ട്രാഫിക് ഇല്ല, ബ്ലോക്ക് ഇല്ല, നമുക്ക് നേരെ ചവിട്ടി വിടാൻ വണ്ടി. അതായത് 1 മണിക്കൂർ കൊണ്ട് നമ്മള് പകല് 30 കിലോമീറ്റർ കവർ ചെയ്യുമെങ്കിൽ രാത്രി നമുക്ക് 50-60 ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞങ്ങൾ വിചാരിച്ചത് ട്രെയിനിന് പൊയ്ക്കളയാ. നമ്മൾ ഈ പറഞ്ഞ പോലെ AC കോച്ച് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഓ ടിക്കറ്റ് ഉണ്ടായിരുന്നു, സാധാരണ ടിക്കറ്റ് ഉണ്ടാവാറില്ല. അതെ അതെ, അതായത് നമ്മള് വ്യാഴാഴ്ച, അതായത് ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത് ബുധനാഴ്ച രാത്രിയാണ്. അപ്പൊ നിങ്ങളെ വീഡിയോ കാണുന്ന വ്യാഴാഴ്ചയാവും. അപ്പൊ വ്യാഴാഴ്ച പോയാല് അത് സമയം വെച്ചിട്ട് വ്യാഴമായി. അപ്പോ 1:30 മണിയായല്ലോ. അപ്പൊ നമ്മള് വ്യാഴാഴ്ചക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തത് ചൊവ്വാഴ്ചയാണ്. അപ്പൊ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ടിക്കറ്റ് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ ഒരു വലിയ കിട്ടലാണ് കേസ്. അപ്പൊ എന്തായാലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ബാഗ് അവിടെ പാക്ക് ചെയ്യാം. ബാഗൊക്കെ നമ്മള് ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നമ്മളെ കബോർഡിന്റെ ഉള്ളിൽ നമ്മള് കീപ്പ് ചെയ്യാണ് വെക്കാറ്. ലനമോളെ അമ്മ വീട്ടിൽ പോണോ? അതാ വിളിക്കണോ? ഏയ് പോയി അതാ വിളിക്കണോ? നീ പോണ അമ്മമ്മ വീട്ടിൽ പോണ എന്റെ പൊന്നെ. ഏയ് എവിടെ പോണു? അമ്മമ്മ വീട്ടിൽ പോവാണോ? അമ്മമ്മ വീട്ടിൽ പോണാ പൊന്നെ. പൊന്നു അമ്മായി അബ്ബായും പോട്ടെ. അമ്മായി അബ്ബായും പോണെങ്കിൽ ഇവിടെ നിന്ന് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വരെ പോവുള്ളൂ. അപ്പോഴത്തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്ക് വന്ന് ഈ കുട്ടീനെ കൂടെ കൊണ്ടുപോയിക്കോളേ എന്ന് പറയും. കുറച്ചുകൂടെയൊക്കെ ആയാ പിന്നെ നിൽക്കുമായിരിക്കും. അതെ അതെ, കുറച്ചുകൂടെയൊക്കെ ആയാ നിൽക്കും. ഇപ്പൊ ഇനി അതൊക്കെ തുറക്കണം. സ്കൂളിൽ പോവോ? അംഗനവാടി പോവോ? അംഗനവാടിയിൽ പോവോ? ഞാൻ പോണില്ല തിരിച്ചു വരുന്നൊക്കെ ആർക്കറിയാം. എന്തൊക്കെയോ ജോലികൾ ചെയ്യണോന്നൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതിന്
പറ്റുന്നില്ല. തുറന്ന് എടുക്കാൻ പറ്റുന്നില്ല. എന്നാ അവിടേക്ക് ഞാനേ ബാഗ് എടുത്തു തരാം. ബാഗ് എടുത്തരാം. ഉദ്ദേശിക്കുന്ന പോലെ വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം നമ്മളത് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. മോഡല് നമുക്കുള്ള ചോറ് റെഡിയാക്കുകയാണ്. ചോറ് കഴിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ട് പോകണത് ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകണത് അല്ലേ. കാരണം 1 മണിക്കാണ് ട്രെയിൻ. 1 മണിക്കൂർ ട്രെയിനിൽ നമ്മള് 11:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ ആ നേരത്തെ നമ്മൾ കഴിച്ചിട്ട് പോകാൻ കഴിയാത്തത് എന്ത് വിചാരിച്ചു, കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അന്ന് ഇവര് പോയപ്പോഴും ഇതേപോലെ കൊടുത്തുള്ളല്ലേ ഇത്. ആ ഒരു ട്രെയിനാണ് നമ്മൾ എല്ലാവരും പോണത്. അപ്പൊ ഈ ട്രെയിനിൽ പോണവർക്കെല്ലാം ഫുഡ് നമ്മളിവിടെ നിന്ന് കൊണ്ടുപോകും. അപ്പൊ അച്ചാറുണ്ട്, അവിയലുണ്ട്, അതാ കോഴിമുട്ട പൊരിച്ചുണ്ട്, മോര് കാച്ചിയതുണ്ട്. അപ്പോൾ പുതിയതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പുതിയത് അവിടെ റെഡിയാക്കുന്നുണ്ട്. സമയമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, റെഡിയാവട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരിമാരെ കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മുടെ ലഗേജ് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി പോണേന് നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. നമ്മുടെ സ്വന്തം മാമിയാണുള്ളത്. എന്താ നിങ്ങളുടെ നാത്തൂനും ഒരേ കളർ ഡ്രസ്സാ? ഒന്നും അറിയാത്ത പോലെ. അപ്പോ ഇന്ന് മാമി വാപ്പായും പറഞ്ഞ പോലെ കളറാണല്ലോ. ചക്കരേ വലിയ സെറ്റപ്പിലാണ്. ഉള്ള ഡ്രസ്സ് ഏതെങ്കിലും ഒക്കെ എടുത്തിടും, അല്ലാതെ ഇപ്പൊ മാച്ച് നോക്കൊന്നുമില്ല. നമുക്ക് അതിന് സമയവും ഇല്ല. ഇട്ടിറങ്ങുമ്പോ ഭാഗ്യത്തിന് മാച്ച് ആവും. ശരി, ഓക്കെ. എന്നാ നമുക്ക് പോവാൻ കഴിയും. സമയം 11:30 മണി ആയിട്ടുണ്ട്. എന്നാ പോവല്ലേ? എന്നാ കയറിക്കോളിയും. നമുക്ക് പോവാൻ. ഇപ്പോൾ റമീസ് വരണില്ല. നമ്മൾ 5 ആൾക്കാരാണ് കേട്ടോ പോണത്. എന്നാ കയറിക്കോളിയും പോവാൻ നമുക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എത്തിയിട്ടാണ്. ജനമോളത അമ്മാനെടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കോച്ച് പൊസിഷൻ 7 അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ട്രെയിൻ വരുന്നത്? ഒന്നും തിരക്ക് കാര്യങ്ങളൊന്നും ഇവിടെ കാണാനില്ല. നമുക്ക് നേരെ എന്ത് ചെയ്യാം, പ്ലാറ്റ്ഫോം നമ്പർ 7 വെയിറ്റ് ചെയ്യാം. സോറി, പ്ലാറ്റ്ഫോം നമ്പർ അല്ല, കോച്ച് നമ്പർ 7 വെയിറ്റ് ചെയ്യാം ഗൈസ്. അമ്മ വീട്ടിൽ പോകണ പറ പൊന്നെ. അമ്മ വീട്ടിൽ പോകണല്ലോ. പോയിട്ട് വരാറേ. അമ്മ വീട്ടിൽ പോയിട്ട് വരാറേ. പോയിട്ട് വരാറേ. അമ്മ വീട്ടിൽ പോയിട്ട് വരാറേ. അമ്മ വീട്ടിൽ പോയിട്ട് വരാറേ. നീ വരാതായി. ഇവിടത്തെ മേമ വിളിച്ച് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലേ. പോയിട്ട് വെച്ചു കേട്ടാ. നടക്കണം കേട്ടാ. എല്ലാരെയും വിരട്ടിയിട്ടാണ് ഇവിടെ നിന്ന് പോണത്. എല്ലാരെയും വിരട്ടിയിട്ടാണ് പോണത്. 12:48 എത്താനായിട്ടുണ്ട്. 12:50 പോയിട്ട് വെടിയൊക്കെ വിളിക്കും കേട്ടാ. വിളിക്കാന്ന് പറയാ പൊന്നെ. ഞാൻ പോണ് ട്രെയിനില്. ചീപ്പ് നീ തരണ്ട. വരൂല. അൽഹംദുലില്ലാ. അമ്മ പറയണേ. നമ്മുടെ ട്രെയിൻ വരികയാണ് ഗൈസ്. ഒരു 5 മിനിറ്റോളം ലേറ്റാണ്. എന്നാലും കുഴപ്പമില്ല. അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ അത് ഓടിപ്പിടിക്കും. അപ്പോൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞു. പോവാമ്മക്ക് ചക്കരയെടുത്ത് പോകാനാണ് കരയണത്. അതാ പറഞ്ഞു. പോയിട്ട് വരാം. ശരി, അസ്സലാമു അലൈക്കും. അല്ല, എഞ്ചിനാണ്. എന്നാ പോയി വരാം. എന്നാ പോയി വരാം. ശരി എന്നാ. ഒരു പ്ലെയിൻ കേസ് കൊടുക്കാണ്. പ്ലെയിൻ കേസ് കൊടുക്കേ.
അവിടോട്ട് കൊടുക്ക്. ഇവിടെ കൊടുക്ക്, ഇങ്ങനെ കൊടുക്ക്. സങ്കടം കരയാണ്. നല്ല വിഷമമുണ്ടോ? എന്നാലേ പോയി വരാം. നിങ്ങളെന്നാ തിരിച്ചോളി. ഒരു ഭക്ഷണം കഴിക്കുന്ന വിളിക്കാം. വിളിക്കാം, അങ്ങ് വിളിക്കാം. ഓക്കെ ട്രെയിൻ എടുക്കുകയാണ്. ശരി എന്നാ. ഓക്കെ ശരി. ഓക്കെ ഓക്കെ ശരി എന്നാ. ഓക്കെ അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും ചക്കരയും കുട്ടിയും ഭക്ഷണമൊക്കെ കഴിച്ചു. ചക്കരതേ അടുത്ത കുട്ടീനായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ ഏറ്റവും ടോപ്പിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരിക്കുകയല്ല, കിടക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ചെങ്ങന്നൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സമയം ഏകദേശം ഒരു 2:45 നമ്മൾ കയറിയിട്ടൊരു 2 മണിക്കൂർ കഷ്ടിയാകുന്നുണ്ട്. എന്നാലും എത്തുമ്പോൾ 6:45 7 മണിയാവും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യാം, കുറച്ച് കിടന്ന് കുറച്ച് ഇരുന്നിട്ടൊക്കെ യാത്ര നേരെ നമുക്ക് നാട്ടിലേക്ക് എത്താം. ഓക്കെ. കാക്കപ്പൂച്ച എവിടെ? കാക്കപ്പൂച്ച എവിടെ? ടാറ്റ പറയും. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക. ബബുലുണ്ട്. ബബുലു കരച്ചിലാണ് ഗൈസ്. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. അങ്ങനെ ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങിയത് പിന്നെ സമയം പോയത് അറിഞ്ഞെന്നില്ല കേട്ടോ. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ഒറ്റപ്പാലത്താണ്. അപ്പോൾ പയ്യമ്മയും നമ്മളപ്പോഴേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വിളിക്കണം. അവർക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ നമ്മൾ വന്നതിന്. കാരണം വെച്ചാൽ കുട്ടി കളിക്കണം ചിരിക്കണൊക്കെ സമയമില്ലേ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറിയിരിക്കുമ്പോൾ അവർക്കായാലും ഉണ്ടാവില്ല ഒരു വിഷമം. അപ്പോൾ അത് തന്നെ അവർക്കുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സങ്കടം ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരെ നിന്ന് വിളിച്ചു നോക്കാം. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാലക്കാട് എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക്